വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. വെൽക്കം ടു യു ആൾ ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് നിഫ്റ്റി 50 സ്പോട്ട് ക്ലോസ് ചെയ്ത് 23,707.90. അപ്പോൾ 23,708. നിഫ്റ്റി ഫ്യൂച്ചർ ഇന്നലെ ക്ലോസ് ചെയ്ത് 23,795. അപ്പം ഒരു 85-90 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഇവിടെ നമുക്ക് സ്പോട്ടിനും ഫ്യൂച്ചറിനും കാണാനുണ്ട്. ഇതൊരു സ്ട്രാഡിലാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. സ്ട്രാഡിലായതുകൊണ്ടും നാളെ എക്സ്പയറി ആയതുകൊണ്ടും പ്രീമിയം മെൽറ്റിങ്ങിനുള്ള ഇതിന് നല്ല മൊമെൻറ്റം, അതായത് മൊമെൻറ്റം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൊമെൻറ്റം വേണം. അപ്പം ഇന്ന് പോയിൻ്റ് ഓഫ് കൺട്രോൾ, ഇന്നലെ പോയിൻ്റ് ഓഫ് കൺട്രോൾ നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ എന്താണ് സൈഡ് വേസ് ആയിട്ട് പോയതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ പോയിൻ്റ് ഓഫ് കൺട്രോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്ത ദിവസം 90% ഞാൻ കണ്ടിട്ടുള്ളത് മാർക്കറ്റിൽ സൈഡ് വേസ് ആണ്, ബാലൻസ് മോഡാണ്. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നോളേജ് ഗെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിനുശേഷം വേണം ഒരു ഓപ്ഷൻ ട്രേഡറിലോട്ട് പോകാൻ. അപ്പം ഇന്നലെ കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഇന്നലെയും ഒരു 20 പോയിൻറ്റിൻ്റെ നമുക്ക് ആ ഒരു ചെറിയൊരു സൈഡ് വേസിൽ തന്നെ 20 പോയിൻറ്റിൻ്റെ ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റിയും ബുക്ക് ചെയ്യാനും പറ്റി. അത് ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റി ഇന്നലെ സ്പോട്ട് ക്ലോസ് ചെയ്ത് 50,202 ഫ്യൂച്ചർ ക്ലോസ് ചെയ്ത് 50,415 ഇവിടെ ഒരു 200 പോയിൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് 214 പോയിൻറ്റ് ഡിഫറൻസ് നമുക്കിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പോട്ടിനും ഫ്യൂച്ചറിനും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 810 810 പോയിൻ്റ് ഓഫ് കൺട്രോൾ. അവിടെ നിഫ്റ്റിക്ക് വന്നിട്ട് 120. നമുക്ക് ഫ്യൂച്ചറിലോട്ട് പോകാം. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലെവൽസ് ഇതൊക്കെയാണ്. സോ ഈ ലെവൽസ് വരുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു റിവേഴ്സൽ നമുക്കിവിടെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് വെച്ച് എടുക്കുന്നതിൽ വലിയ ഇതില്ല. സോ നമുക്ക് ഈ ലെവലിലോട്ട് വന്നാൽ, ഈ ലെവലിലോട്ട് വരുമ്പോൾ സ്പോട്ട് എവിടെയാണോ നിൽക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ 23,600 വരുമ്പം സ്പോട്ടിൻ്റെ പ്രൈസ് എവിടെയാണോ നിൽക്കുന്നത്, ആ സ്പോട്ടിൻ്റെ പ്രൈസിൽ CEPE നോക്കുക. 120, 125 ആ ലെവലിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയാണോ നോക്കുക. പോയിൻ്റ് ഓഫ് കൺട്രോളിൽ അവരെ കണ്ടുമുട്ടുമ്പം അവിടെ ഫൈറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ റിവേഴ്സൽ നമുക്ക് തിരിച്ച് മുകളിലോട്ട് നോക്കാൻ പറ്റും. അതുപോലെ മുകളിൽ ഫോർ എക്സാമ്പിൾ 23,940 അവിടെയൊക്കെ ആണെങ്കിൽ ഓക്കെ. സോ ഇതേപോലെ മുകളിൽ റെസിസ്റ്റൻ്റ് വരുമ്പോൾ അവിടെ സ്പോട്ട് ഈ സ്ഥലത്ത് വരുമ്പോൾ സ്പോട്ടിൻ്റെ പ്രൈസ്, നിഫ്റ്റിയുടെ സ്പോട്ടിൻ്റെ പ്രൈസ് എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. അതിൻ്റെ CEPEയുടെ നോക്കിയിട്ട് അവിടെ ഈ 120 പോയിൻ്റ് ഓഫ് കൺട്രോൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്ത് ആരാണ് അവിടെ ഡോമിനൻ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. ഇങ്ങനെ വേണം ട്രേഡിൽ എൻ്റർ ചെയ്യാൻ. സോ ഇതാണ് ലെവൽസ് നിഫ്റ്റിയുടെ. അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഇതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോട്ട് ചെയ്ത് വയ്ക്കുക. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ആണ് ഇത്. കണ്ടിന്യൂവേഷൻ ചാർട്ടിൻ്റെ ആണ്. ഈ ലെവൽ നോക്കിയിട്ട് നിങ്ങളുടെ ട്രേഡുകൾ ഇനിഷ്യേറ്റ് ചെയ്യുക. നല്ല നല്ല പ്രോഫിറ്റുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.